നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഒരു മാസമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതിനോടൊപ്പം തന്നെ ഇഷ്ടസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ദൈവാധീനമുണ്ട്, നല്ല ഭാഗ്യമുള്ള സമയമാണ്. ഭാഗ്യാധിപതി 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പം 5ാം ഭാവത്തിൽ നിൽക്കുന്ന ഭാഗ്യാധിപതി നല്ല ഭാഗ്യത്തെ കൊണ്ടുതരുന്നത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം, മാനസികമായ സന്തോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ 5ാം ഭാവത്തിൽ 7ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്ന കാരണം പുതിയ പ്രേമബന്ധങ്ങൾക്ക് യോഗമുണ്ട്. പ്രേമബന്ധത്തിലുള്ളവർക്ക് വിവാഹാദി വിഷയങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. പക്ഷെ ഇങ്ങനെയുള്ള അനുകൂല ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അത് ശത്രുസ്ഥാനത്താണ്. അപ്പോൾ സ്വയം ചെയ്യുന്ന പ്രശ്നങ്ങൾ തന്നെ അവനവന് ശത്രുദോഷമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറിയ രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയം കൂടിയാണ്. 15ാം തീയതിക്ക് ശേഷം സൂര്യനും കൂടി 6ാം ഭാവത്തിലേക്ക് വരും. അപ്പോൾ സൂര്യൻ അവിടെ ഇഷ്ടസ്ഥാനത്താണ്, ശനി ഇഷ്ടസ്ഥാനത്താണ്. പക്ഷേ സൂര്യൻ്റെയും ശനിയുടെയും യോഗം ശുക്രന് വരുമ്പോൾ അതത്ര അനുകൂലമായിട്ടുള്ള യോഗമല്ല. കാരണം എന്തെന്നാൽ ശനിയുടെ ശത്രുവായിരിക്കുന്ന സൂര്യൻ ശനിയോട് ചേർന്നിട്ട് ശത്രുസ്ഥാനത്ത് വരുന്നത് കാരണം കൊണ്ട് സ്വയം ചിന്തിക്കാതെ കണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ കൊണ്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുക, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുക. അതുപോലെ തന്നെ സന്യാസയോഗം പോലെ ഒരു കാര്യത്തിനും താല്പര്യമില്ലാതെ എല്ലാത്തിൽ നിന്നും അകന്നു മാറി നിൽക്കുന്ന ഒരു പ്രവണത ഉണ്ടാകുക, ഉദര സംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക, മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാൻ ഇടവരിക. അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ടാകാൻ സാധ്യതയുണ്ട്. കാലിന് മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതുമാത്രമല്ല, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കളവ് ചെയ്തു, കളവ് പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലുള്ള പേര് കേൾക്കാൻ ഇടവരാനുള്ള സാധ്യതയുള്ള സമയമാണ്. അപ്പം അങ്ങനെയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ശനീശ്വര നീരാഞ്ജനം ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത അർച്ചന, ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ദാമ്പത്യ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുക. അപ്പോൾ പുതിയ പ്രേമബന്ധങ്ങൾക്ക് യോഗമുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. തറവാട് സ്വത്ത് കൈവശം വരാനായിട്ട് യോഗമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ വന്നുകൂടായികയില്ല. അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് തടസ്സങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ സമയത്ത് വിദേശത്ത് പോകാനായിട്ട് യോഗമുള്ളൊരു സമയം കൂടിയാണ്. ജലജലധനഭക്ത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ഉച്ചബലവാനായിട്ടാണ് മീനൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്നത്. അത് ചന്ദ്രലഗ്നാധിപതി കൂടി ആയത് കാരണം കൊണ്ട് വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 5ൽ ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ നിൽക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പഠനത്തിൻ്റെ കാര്യത്തിൽ ഉത്തമമാണ്. തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. പക്ഷേ ഗണപതി ഹോമം, ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, നാഗപൂജ, ശിവക്ഷേത്രത്തിലുള്ള വഴിപാട്, ശനീശ്വര നീരാഞ്ജന, ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥന കൂടി ഉണ്ടാകുന്നത് യോഗം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.